സ്വാമിയേ ശരണമയ്യപ്പോ, ഹരിഹര സുതനേ ശരണമയ്യപ്പോ, വില്ലാളി വീരനേ ശരണമയ്യപ്പോ, ഹരിഹര സുതൻ ആനന്ദചിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമി എന്തോ പറയുന്നു? ഞാന് ശബരിമലക്കൊക്കെ പോയി. ചുമ്മാ പറഞ്ഞതാ. ചുമ്മാ പറഞ്ഞ അല്ല, ഷർട്ട് അങ്ങനെ ഇട്ടോണ്ട് ചുമ്മാ പറഞ്ഞതാ. പോണം, എനിക്ക് ആഴ്ച കിട്ടിയിട്ട് പോണം എന്നുണ്ട്. ആണല്ലേ? അപ്പൊ എന്തായാലും പോകാൻ പറ്റട്ടെ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ശബരിമലയിൽ പോണം. ആണല്ലേ? അതെ, എം ജി ഞങ്ങളും സെയിം വേഷത്തിൽ തന്നെയെന്ന്. കറുപ്പ് സാറേ, ഇന്നെനിക്കൊരു വിശേഷമുണ്ട്. ഞാനേ ഇന്ന് എന്റെ സ്കൂളിൽ ആനുവൽ ഡേ സെലിബ്രേഷൻ ആയിരുന്നേ. അപ്പൊ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ പാടുന്നതിന്റെ പേരില് സ്കൂൾ മാനേജ്മെന്റിന്റെ ആദരിച്ചു. പിന്നെ വേറെ ഒരു വിശേഷമുണ്ട്. ഇന്നെന്റെ അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാ. എന്തോ സാർ പറഞ്ഞില്ലേ ഇങ്ങനെ കാഴ്ചയൊക്കെ കിട്ടട്ടെ, അതിനു വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. അതില് സ്വാമിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ റിയാൻകുട്ടന് ശബരിമലയിൽ പോകാൻ പറ്റട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ആസാധ്യമായിട്ട് വരട്ടെ. ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. താങ്ക് യു സാർ. എന്തായാലും വിവാഹ വാർഷികല്ലേ, അച്ഛനമ്മ സ്റ്റേജിലോട്ട് പോരട്ടെ. ഒരു കാര്യം കൂടി പറയട്ടെ. എന്താടാ? ഇത് എന്റെ അച്ഛന്റെ അമ്മയുടെയും 13ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ. സ്റ്റേജിലോട്ട് പോരട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. നല്ല രസമുണ്ട് കേട്ടോ രണ്ടുപേരും കാണാൻ. ഭസ്മക്കുറി 3 പേരും തൊട്ടിട്ടുണ്ടല്ലോ. അതെ അതെ. അപ്പൊ ഈ 13ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെയും കൺമണിയായിട്ടുള്ള നമ്മുടെ കുട്ടൻ ഇതാ ഇങ്ങനെ റിയാൻ കുട്ടനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. ഇന്ന് ശബരിമല പോകുന്ന പോലെ ആ വേഷത്തിലാണ് ഇവിടെ നിൽക്കണേ. ഞാനും അതേ വേഷത്തിൽ തന്നെയാ. സ്വാമി ശരണം. സ്വാമി ശരണം. സ്വാമി ഇങ്ങനെ ശബരിമല പോകുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, സ്വാമിയെയും സ്വാമി എന്ന് തന്നെ വിളിക്കുന്ന, ഈ ഭക്തനെയും സ്വാമി എന്ന് തന്നെ വിളിക്കുന്നത് അല്ലെ? രണ്ടും സ്വാമിയാണ് അല്ലെ? നമ്മളൊക്കെ എല്ലാരും തത്വമസി. അത് തന്നെ ഇത് ഐ ആം ദാറ്റ് എന്നുള്ളതാണ്. അപ്പോ അയ്യന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിന് ഉണ്ടാവട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേജിൽ വരണം എന്ന് പറഞ്ഞത്. പിന്നെ റിയാൻകുട്ടന്റെ സംഗീതം ഇങ്ങനെ പ്രകാശപൂരിതമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിയാൻകുട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ദാസാറിനെ നേരിട്ട് കാണണം എന്നുള്ള സംഭവം അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോ ശബരിമല അയ്യൻ എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയും അയ്യപ്പനെ പറ്റിയുള്ള സിനിമയാണ്. അപ്പൊ അതിലെ പാട്ടുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു പാട്ടാണ് കുഞ്ഞാറ്റ പാടുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാരും കൂടെ ഒന്നിച്ച് പാടുന്നെന്ന് പറയുന്നത്. അപ്പൊ റിയാൻകുട്ടാ, എന്തോ സാർ, നമുക്ക് വിഷയണ്ടേ? വിവാഹമംഗളാശംസകൾ അച്ഛനും അമ്മയ്ക്കും വിവാഹമംഗളാശംസകൾ അച്ഛനും അമ്മയ്ക്കും വിവാഹമംഗളാശംസകൾ അച്ഛനും അമ്മയ്ക്കും വിവാഹമംഗളാശംസകൾ. ഇങ്ങനെ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷന് സ്വപ്നങ്ങളിൽ മാത്രം. ചേച്ചിക്കും ചേട്ടന് എന്താ പറയാനുള്ളേ? ഇല്ല, നമ്മൾ ഈ വെഡിങ് ആനിവേഴ്സറിയിൽ സ്പെഷ്യൽ എന്ന് വെച്ചാൽ റിയാന്റെ ഇപ്പൊ ഈ പെർഫോം ചെയ്തിരിക്കുന്ന സമയമായതുകൊണ്ട് അതാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഇതായിട്ട് കാണുന്നത് ഈ വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത്. അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ? പെർഫോമൻസ് ആണ്. അല്ലെങ്കിൽ പൊതുവെ എങ്ങനെയായിരിക്കും? ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്, പുറത്തൊരു ഡിന്നറിന് പോകും. അപ്പൊ ചേച്ചിക്കും ചേട്ടനും ഞങ്ങളുടെ സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി വിഷസ്. റിയാൻകുട്ടൻ പറഞ്ഞ പോലെ തന്നെ റിയാൻകുട്ടന്റെ എല്ലാ ആഗ്രഹവും നടക്കട്ടെ. അതാ നമുക്ക് എല്ലാവർക്കും പറയാനുള്ളേ. കാഴ്ച കിട്ടട്ടെ, എല്ലാരെയും കാണാൻ പറ്റട്ടെ, അയ്യപ്പനെ കാണാൻ പറ്റട്ടെ, യേശുദാസ് അങ്കിളിനെ കാണാൻ പറ്റട്ടെ, ഒക്കെ നടക്കും കേട്ടോ റിയാൻകുട്ട. ഓക്കെ, ചക്കര ഉമ്മ. ഉമ്മ ശരി ചേച്ചി, താങ്ക് യു. പാട്ട് ഏതറിയാം കൂട്ടാ? പമ്പാ ഗണപതി. ഇതിന്റെ തമിഴ് ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ തമിഴ് പാടിയത് സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല, സിംഗപ്പൂരുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് വിദ്യാസാഗർ സാർ തന്നെ ഒരു ആൽബം ചെയ്തു, 10 പാട്ടുകൾ. എനിക്ക് കേൾക്കണമായിരുന്നു. അതെ,
தேவர்களின் அதிபதி வந்தோ முன்னைத்தானே நம்பி நின்றோ தும்பிக்கையாண்டவன் முந்தி நன்மைகள் சேர்ந்திடும் வேதனை சிந்தி. MG പാടുന്ന ഈ അയ്യപ്പൻ പാട്ടുകളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സിനിമാ പാട്ടുകളിൽ നിന്നും മാറി അയ്യപ്പൻ പാട്ടുകൾ എപ്പോഴും അത് ഗംഭീരാണ്. അതെ. സാമവേദ നാവിലുണർത്തിയ സ്വാമിയെ, അതുപോലെ ഇഷ്ടം പോലെ പാട്ടുകൾ അദ്ദേഹത്തിന്റെ, അതിലൊരു വണ്ടർഫുൾ സോങ് ആണ് ഇതും. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായി MG സാർ എല്ലാ വർഷവും അയ്യപ്പന്റെ പാട്ട് ഇറക്കാറുണ്ടെന്ന്. അതെ 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 അതെ. അപ്പൊ നന്നായിട്ട് പാടണേ റിയാൻകുട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി, ഞാൻ ഇനി ശ്രമിക്കാം. ഓക്കെ. തെളിയാനായി കാണും ഞാൻ. പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുള നാളം മിഴി തെളിയാനായി കാണും ഞാൻ. നിന്നോട് ചിമിഴി കുങ്കുമമൊഴിയും
ശരിടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. കുറെ ഭാഗങ്ങൾ നന്നായി എന്ന് പറഞ്ഞു, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. ആ കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ, ക്ലാരിറ്റി കുറവ്. അപ്പൊ അതൊക്കെ sir. വെച്ച് ഇന്നത്തെ മാർക്ക് കിട്ടുന്നത് ആ 98 ഔട്ട് ഓഫ് 100. സ്വാമി എന്തോ സന്തോഷമായോ? ആ എനിക്ക് നല്ല സന്തോഷമായി. എന്നാലും റിയാൻകുട്ട സ്വരം കണ്ടുപിടിക്കാനുള്ള കഴിവ് അപാരമാണ് കേട്ടോ. അതെ താങ്ക് അത് യു വേറെ ചേച്ചി. ലെവലാണ്. ഇത്ര കുട്ടിക്കാലത്ത് തന്നെ അത് യെസ് കിട്ടിയത്. എക്സാക്ട്ലി. ബിഗ് Thank you, ബിഗ് ചേച്ചി. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദാറ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ മിടുക്കം കുട്ടി പോവാ നമുക്ക്. പോവാം. അമ്മയ്ക്കും അച്ഛനും സ്പെഷ്യൽ ഒന്നുകൂടെ വിഷ് പറഞ്ഞോ. അച്ഛൻ അമ്മ ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. ടാറ്റാ. Good night.